തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ ജ്യോതികുമാർ ചാമക്കാല എത്തിയത് പുതുപ്പള്ളിയിലേക്കാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം? നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം വന്നത് പുതുപ്പള്ളി പള്ളിയിലാണ്. പത്തനാപുരത്ത് സാങ്കേതികമായി ഞാനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലും എതിർ സ്ഥാനാർത്ഥിയുടെ ചില പ്രവൃത്തികൾ മൂലം ഉമ്മൻചാണ്ടി സാറായിരുന്നു യഥാർത്ഥത്തിൽ പത്തനാപുരത്ത് മത്സരിച്ചത്. ആ വിജയത്തിന് ശേഷം തീർച്ചയായിട്ടും വരേണ്ടത് പുതുപ്പള്ളിയിലേക്കാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. കല്ലറയിൽ പോയി. ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതെല്ലാം അവിടെ താങ്കൾ ഫലത്തിൽ ആ സ്ഥാനാർത്ഥിക്കെതിരായി വന്നിട്ടുണ്ട്, വോട്ടിലടക്കം പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ഇമ്മെറ്റീരിയലാണ്, അതിനൊരു പ്രസക്തിയുമില്ല. ഒരു കേരളത്തിലെ മലയാളികൾ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന ഒരു ജനകീയനായ നേതാവ്, അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ, അദ്ദേഹത്തെ എന്താ പറയുക, ഏറ്റവും മ്ലേച്ഛകരമായ രീതിയിൽ അദ്ദേഹത്തിനെതിരായി ഗൂഢാലോചന നടത്തിയ ഒരാൾ, ആ ആളിനെ സംബന്ധിച്ച് ഒരിക്കലും കേരളീയ സമൂഹം അദ്ദേഹത്തോട് പുറക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികൾക്ക് വേണ്ടി പത്തനാപുരത്തെ ജനത ഉമ്മൻചാണ്ടി സാറിനോട് കാട്ടിയ ഒരു നന്ദി പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ തരംഗം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് കുറേ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു വർക്ക് 5 വർഷം അവിടെ താമസിക്കുന്നു, അവിടെ പ്രവർത്തിക്കുന്നു. ഈ തരംഗമൊന്നും ഇല്ലെങ്കിലും അവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പത്തനാപുരത്ത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തരംഗങ്ങളൊന്നും അവിടെ വരാറില്ല. അവിടെ നിലവിലുണ്ടായിരുന്ന എം എൽ എക്ക് എതിർഭാഗത്ത് നിൽക്കുന്ന 2 ചേരിയും ആയിട്ടാണ് എപ്പോഴും രൂപപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ 25 വർഷമായി അവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നിമിഷം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ജയിച്ചാലും പരാജയപ്പെട്ടാലും ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്ന്. അവിടെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നു, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിരുന്നു, അവരെ ചേർത്ത് നിർത്തി. ഇപ്പോൾ അവരെന്നെ ചേർത്ത് നിർത്തി. എൻ്റെ ക്യാപ്ഷൻ തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ ക്യാപ്ഷൻ തന്നെ അരികിലുണ്ട് ചാമക്കാല എന്നായിരുന്നു. ഞാൻ എപ്പോഴും കഴിഞ്ഞ 5 വർഷവും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നു. ഒപ്പം സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി, പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി. നല്ല സംഘടനാ സംവിധാനമുണ്ടായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം, ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയം പത്തനാപുരത്തുണ്ടായി. അപ്പോഴേക്കും സംസ്ഥാന നേതൃത്വത്തിനൊക്കെ പത്തനാപുരം വേണ്ടി വന്നാൽ പിടിക്കാൻ കഴിയും എന്നൊരു തോന്നലുള്ളതായി. അപ്പോഴും കുറച്ചുകൂടി സേഫായിട്ടുള്ള സീറ്റ് എനിക്ക് ഓഫർ ചെയ്തിരുന്നു. അസംബ്ലിയിലേക്ക് വരണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള നേതാക്കന്മാർ ഓഫർ ചെയ്തപ്പോഴും സ്നേഹബുദ്ധിയെ അത് നിരസിച്ചുകൊണ്ട് ജയിച്ചാലും തോറ്റാലും പത്തനാപുരത്തേ ഉള്ളൂ മത്സരം എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറം എന്നെ ആശങ്കപ്പെടുത്തിയത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പിൽ സാറിൻ്റെ മകൻ കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ചാണ്ടി ഉമ്മനോടൊന്ന് പ്രചാരണം നടത്തിയിരുന്നു. സാറിൻ്റെ മൂത്ത മകളോടൊന്ന് പ്രചാരണം നടത്തിയിരുന്നു. ഇളയ മകൾ പുറത്തായതുകൊണ്ട് വീഡിയോ വഴി പ്രചാരണം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടും പരാജയപ്പെട്ടാൽ പിന്നീട് അത് രാഷ്ട്രീയമായി ഏറെ ദോഷം ചെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടും ഞങ്ങളവിടെ ശക്തമായി മുന്നോട്ട് പോയി. ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് നിർത്തി. UDF-ന് തിളക്കമാർന്ന വിജയമുണ്ടായിരിക്കുന്നു. അതിൽ ഞങ്ങൾ അവരോട് കടപ്പെട്ടിട്ടുള്ളവരാണ്. തോൽപ്പിച്ചത് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തെ ഒട്ടും വില കുറച്ച് കാണാൻ കഴിയുന്ന ഒരാളല്ല. പെട്ടെന്ന് ആളുകൾക്കിടയിൽ ശ്രദ്ധേയമായ പരാമർശമൊക്കെ നടത്തുക, അങ്ങനെ വാർത്തകളിലൊക്കെ ഇടം നൽകുക, ആളുകളുടെ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ അട്ടിമറിക്കാം എന്നുള്ള കോൺഫിഡൻസ് എവിടുന്നാണ്? കേവല സംഘടനാ വർക്ക് മാത്രം ചെയ്താൽ പലയിടത്തും വിജയിക്കാൻ കഴിയില്ല. ഇപ്പോൾ CPM പലയിടത്തും സംഘടനാ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും, BJP ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മാത്രം ജയിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. എന്താണ് അതിൻ്റെ ഒരു വിജയ ഫോർമുല? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ ചേർത്ത് നിർത്തിയാൽ അവർ നമ്മളെ സ്നേഹിക്കും. അതിനോടൊപ്പം സംഘടനാ സംവിധാനവും ഉണ്ടാകണം. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ എതിരാളി നിങ്ങളുടെ എല്ലാ ചാനലുകളുടെയും റേറ്റിങ്ങിൽ ഏറ്റവും മികച്ച മന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. ഞാൻ പറയുന്നത്, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ആ സാമാന്യ മര്യാദകൾ ലംഘിച്ചാൽ ഉറപ്പായും ജനങ്ങൾക്ക് ജനാധിപത്യപരമായി അതിനെതിരെ പ്രതിഷേധിക്കാൻ കിട്ടുന്ന അവസരമാണ് തെരഞ്ഞെടുപ്പ്. ഫാക്ടർ ആയിട്ടുണ്ട് അവിടെ. ഉറപ്പായിട്ടും ഇതെല്ലാം ഒരു ജനപ്രതിനിധി തൻ്റെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പാലിക്കേണ്ട സാമാന്യ മര്യാദകളെന്ന് പറയുമ്പോൾ ആ മര്യാദകൾ എല്ലാം ലംഘിച്ചുകൊണ്ടാണ്, എല്ലാ അർത്ഥത്തിലും ലംഘിച്ചുകൊണ്ടാണ്
പത്തനാപുരത്ത് ജനപ്രതി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യപരമായി തന്നെ അതിനെതിരെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് തിരഞ്ഞെടുപ്പ്. അത് നാളെ എനിക്കും ബാധകമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് താങ്കൾ ചോദിച്ചതുപോലെ 5 വർഷവും വളരെ ചിട്ടയായ പ്രവർത്തനം മുഴുവൻ സഹപ്രവർത്തകരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന സ്ഥലത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാല ആ ഓഫീസിലിരുന്നിട്ടുള്ള പല തന്ത്രങ്ങളുടെയും ഫിനാൻസ് കാര്യങ്ങളുടെയും എല്ലാത്തിൻ്റെ ഒരു കീ ഫാക്ടറായി നിന്നിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച ഒരാൾ, ഇങ്ങനൊരു വലിയ അട്ടിമറി നടത്തിയ ഒരാൾ മന്ത്രിസഭയിൽ കൂടി ഉണ്ടാവുമോ? അയ്യോ, അതൊക്കെ ഒന്നും തീരുമാനിക്കേണ്ടതൊന്നും ഞാനൊന്നുമല്ല. മന്ത്രിസഭാ കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ നേതാക്കന്മാർ തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ തൽക്കാലം പത്തനാപുരത്ത് നിന്ന് ജയിച്ച ഒരു ജനപ്രതിനിധിയായി മാറിയിരിക്കുന്നു. എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി സാറിനോട് മലയാള സമൂഹം നീതി കാണിച്ചു, അതിന് ഞാനൊരു നിമിത്തമായി എന്നുള്ളതിൽ എനിക്ക് അതിലേറെ അഭിമാനമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും. ചാനൽ ചർച്ചകളിൽ നിന്ന് വലിയ ഫയറായി നിന്നിരുന്ന ആളാണ്. കുറച്ച് കാലമായിട്ട് അധികം ആക്റ്റീവ് അല്ല, എന്ത് പറ്റിയിരുന്നു? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു എൻ്റെ സ്ട്രാറ്റജി എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ഭാഗമാണിത്. ഞാൻ കഴിഞ്ഞ 4-5 മാസമായി ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. അതിന് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി നിന്നതാണ്. അതിനപ്പുറത്തേക്ക് സമയക്കുറവ് കൊണ്ടൊക്കെ മാറി നിന്നതാണ്. പക്ഷേ എന്നെ ഞാനാക്കിയത്, അല്ലെങ്കിൽ എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് ചാനൽ ചർച്ചകളാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഞാൻ ക്ഷോഭത്തോടുകൂടി സംസാരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കതിനകത്ത് പരാതിയില്ല, എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുന്ന ആളാണ്. ചിലപ്പോഴെങ്കിലും പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ഭാഗമായി സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ആ ഫയറൊക്കെ മലയാളികൾക്ക് മിസ്സിംഗ് ആണ്. ഇപ്പം നിയമസഭാ ഫ്ലോറിൽ കാണാൻ കഴിയുമോ? അല്ല, ഓരോ സ്ഥലത്തും ഓരോ റോളാണല്ലോ നമുക്കുള്ളത്. ഇപ്പോൾ നമ്മളൊരു പൊതു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് പോലെയല്ലോ നമ്മൾ ചാനൽ ചർച്ചയിൽ പോകുന്നത്. അതുപോലെയല്ലോ ഒരു ജനപ്രതിനിധിയായാൽ ഏത് ഇപ്പോൾ അസംബ്ലിയിലായാൽ പോലും നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ഏതായാലും എന്നെ സംബന്ധിച്ച് ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനാണ്. കഴിഞ്ഞ 5 വർഷവും വളരെ കൃത്യമായി തോറ്റതിന് ശേഷമാണ് ഇന്ന് പ്രവർത്തിച്ചു. തോറ്റപ്പം മുതൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടായിരുന്നു 5 വർഷം കൊണ്ട് എനിക്ക് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങി ഏകദേശം പകുതിയായപ്പോഴത്തേക്കും ജയിക്കാൻ കഴിയുമെന്ന അതേ ബോധ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് അപ്പോൾ മുതൽ എൻ്റെ ചിന്ത 2031 അല്ലെങ്കിൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തെ എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെയേ ആലോചിച്ചു തുടങ്ങി. സ്ഥാനാർത്ഥി ആരെന്നുള്ളതല്ല, ഞങ്ങൾ ഇന്നലെയേ ആലോചിച്ചു തുടങ്ങി. 2031 അല്ലെങ്കിൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം നിലനിർത്തുന്നതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതാണ് ചാമക്കാലയുടെ തന്ത്രങ്ങൾ. ആ പറഞ്ഞു നിർത്തിയതാണ് വളരെ പ്രധാനം. നമ്മൾ ഈ തരംഗത്തിൽ ചേർത്ത് നിർത്തേണ്ട ഒരു പേരല്ല ജ്യോതികുമാർ ചാമക്കാലയുടേത് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. അവിടെ എങ്ങനെ വർക്ക് ചെയ്ത് വിജയിക്കാമെന്ന് തെളിയിച്ചു. അദ്ദേഹം 2031 കുറിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.